ആന്റണി പെരുമ്പാവൂർ നിൽക്കും, പക്ഷെ സംഘടനയിൽ കിട്ടുന്നത് തിരിച്ചടി ഇങ്ങനെയാണ്. അദ്ദേഹത്തെ തള്ളിയാണ് ഇപ്പൊ നിങ്ങൾ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അങ്ങനെയൊന്നുമില്ല, അപ്പൊ തള്ളിയാണ് ഇറക്കിയിരിക്കുന്നത്, അതിന് യാതൊരു ഡൗട്ടും വേണ്ട. ഭൂരിഭാഗം തള്ളിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അത് മോഹൻലാൽ, ടൊവിനോ, പൃഥ്വിരാജ് അടക്കമുള്ള മുൻനിര താരങ്ങൾ ഷെയർ ചെയ്തു. അതായത് അതിനർത്ഥം അവരുടെ അഭിപ്രായം അതാണ്. ഇപ്പൊ രണ്ട് സംഘടനകൾ തന്നെ രണ്ടഭിപ്രായം, ഒരു സംഘടനയ്ക്കകത്ത് രണ്ടഭിപ്രായം. ഇതിനെ എങ്ങനെ നിങ്ങൾ പരിഹരിക്കുന്നു? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പം ഒരു അഭിപ്രായം, ആന്റണി ചേട്ടന്റെ ഒരു പോസ്റ്റ് ഇട്ടു, ടൊവിനോ ഞങ്ങളുടെ മെമ്പർ അല്ല, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു മെമ്പർ അല്ല. അപ്പോൾ ടൊവിനോ അത് ഷെയർ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ ഈവൻ അത് തോന്നിക്കാണുമായിരിക്കും, അത് ആയിരിക്കും ശരി എന്നുള്ളത്. അതുകൊണ്ടിട്ട് അത് ഷെയർ ചെയ്തത്. ഞങ്ങൾക്കുള്ളിലുള്ള ഒരു മെമ്പർ, ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്ത് ഞാൻ ഫൈൻ ഇപ്പൊ അസോസിയേഷനെതിരെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അസോസിയേഷന് ഫൈൻ അടച്ചിട്ടുള്ള ആളാണ്. പറഞ്ഞു മനസ്സിലായി. ഞാനിപ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ അസോസിയേഷനിൽ. അപ്പൊ അത് ആരാണേലും അങ്ങനെ തന്നെയാണ്. ഈ സുരേഷ് കുമാർ എല്ലാം ബാധകമായിട്ടുള്ള ഒരാളാണ് ഇതിനു മുമ്പൊക്കെ. ഇപ്പോൾ ഉള്ള സുരേഷ് കുമാർ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, വർഷങ്ങളായിട്ട് സിനിമയെടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അയാൾക്ക് എന്താണ് കാര്യം ഇരിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് കാര്യം അപ്പൊ ഇങ്ങനെ വിളിച്ചു പറയേണ്ടത്? ഒരു സുഹൃത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? സുഹൃത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു എതിരെ അഭിപ്രായം വാങ്ങേണ്ട എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് ഇരിക്കേണ്ടത്? ഒരു കാര്യമില്ല. അതേസമയം ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് നിർമ്മാതാവിന്റെ ക്രെഡിറ്റിലേക്ക് വരികയും, ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ, അദ്ദേഹം അഭിനയിച്ച വേറൊരു സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് ഈ ആക്ടറിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, ഇവിടെ ഹീറോനെ വെച്ചിട്ടാണ്, അല്ലാതെ വന്നിട്ട് പ്രൊഡ്യൂസർക്കല്ല ഒരു ബിസിനസ് നടക്കുന്നത്. ഹീറോനെ വെച്ചിട്ടാണ് ബിസിനസ് നടക്കുന്നത്. ഇതേ ടൊവിനോ തോമസിന്റെ പ്രീവിയസ് പടം നിർമ്മിച്ച ആള് ഞാനാണ്. അത് നമ്മൾ പരസ്യം ചെയ്തിരുന്നത് 100 കോടി ക്ലബിൽ വന്ന ഇൻഡിവിജ്വൽ സിനിമയാണ്. ടൊവിനോയുടെ കരിയറിലെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഉൾപ്പെടെ പബ്ലിസിറ്റി ചെയ്തതാണ്. അടുത്ത പടം ടൊവിനോയ്ക്ക് അപ്പൊ ആ 100 കോടിയോ അല്ലെങ്കിൽ ആ സിനിമ അത്രയും വേണ്ടപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.